നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണ ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 തോൽപ്പിച്ചല്ലോ. ബാഴ്സയെ ജയിപ്പിച്ചത് റഫറിയാണോ? റഫറി തങ്ങൾക്കെതിരെ റെഡ് കാർഡ് വിളിച്ചു, എന്നാൽ ബാഴ്സയ്ക്കെതിരെ റെഡ് കാർഡ് വിളിച്ചില്ല. ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അർജന്റീൻ ഗോൾ കീപ്പർ യുവാൻ മുസോ. ഇന്നലെ 2-1 വിജയം. നിക്കോ ഗോൺസാലസിന് റെഡ് കാർഡ് കിട്ടി. അത്ലറ്റിക്കോ മാഡ്രിഡ് 10 പേരായിട്ട് ചുരുങ്ങി. അതേപോലെ തന്നെ മറുഭാഗത്തും റെഡ് കാർഡ് ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ല എന്നാണ് ഇപ്പോൾ യുവാൻ മുസോ പറയുന്നത്. മുസോയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ബാഴ്സലോണയേക്കാൾ ബെറ്റർ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ താരത്തിന് റെഡ് കാർഡ് കിട്ടി. ഇന്നത്തെ ഫുട്ബോളിൽ ഒരാൾ കുറഞ്ഞാൽ, അതായത് 11 പേർക്കെതിരെ 10 പേര് കളിച്ചാൽ ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്കും റെഡ് കാർഡ് കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. ഞാനത് നിങ്ങളോട് കൃത്യമായിട്ട് പറയും. റഫറി കളിയുടെ തുടക്കം മുതൽ കറക്റ്റ് കോളുകൾ നടത്തണമായിരുന്നു. അവർക്ക് കൊടുക്കേണ്ട റെഡ് കാർഡ് കൊടുക്കാതിരുന്നത് കളിയെ മാറ്റി എന്നാണ് യുവാൻ മുസോ പറഞ്ഞത്. ഇത് സംഭവം ജെറാർഡ് മാർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് ഫ്ലിക്കിൻ്റെ ഒരു മറുപടിയുണ്ട്. ഫ്ലിക്ക് പറയുന്നത്, ജെറാർഡ് മാർട്ടിൻ വാസ് ട്രൈയിങ് ടു ക്ലിയർ ദി ബോൾ. അറ്റ് ദി എൻഡ് ഹി ഹിറ്റ് ഹിം. ശരിയാണ്, അവസാനം എതിർ താരത്തെ അയാൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഡിസിഷൻ എടുക്കേണ്ടത് റഫറിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് റെഡ് കാർഡല്ല. സോ അങ്ങനെയാണ് എനിക്കത് ആദ്യം അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് റെഡ് കാർഡല്ല എന്ന് അൻസി ഫ്ലിക്ക് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട്. പക്ഷെ സംഗതി എന്താണെങ്കിലും ബാഴ്സലോണ എതിരാളികളുടെ ഡിഫെൻസീവ് ടാക്ടിക്സും മറ്റുമൊക്കെ മറികടന്നുകൊണ്ട് വിജയിച്ചതോടുകൂടി 7 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഇപ്പോൾ റയൽ മാഡ്രിഡുമായിട്ട് ലാലിഗയിൽ വരുത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ 2 ടീമുകൾ അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടാൻ പോവുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. ബുധനാഴ്ചയാണ് ആ കളി. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ ബാഴ്സലോണയുടെ മൈതാനത്ത് ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.